ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയാണ്. നമുക്കറിയാം ഇപ്പോൾ ട്രംപിൻ്റെ കുറേ കളികൾ ഒന്നും ഏൽക്കുന്നില്ല. ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കുമൊക്കെ അത് ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. അതിൽ ട്രംപും അസ്വസ്ഥനാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഭാവി പരിപാടികൾ? അതായത് ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുങ്കം ഏർപ്പെടുത്തിയത് ഇപ്പോൾ 50% തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യക്കും ബ്രസീലിനുമാണ് ഏറ്റവും കൂടുതൽ തീരുവയുള്ള രണ്ട് രാജ്യങ്ങൾ. ഇന്ത്യക്ക് മേൽ അത്ര ഭീകരമായ ഒരു തീരുവ ചുമത്താൻ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. 40% എണ്ണ റഷ്യയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇന്ത്യ. അപ്പോൾ ഇതേ റഷ്യയിൽ നിന്ന് തന്നെ അമേരിക്കയും വാങ്ങിക്കുന്നുണ്ട്. അമേരിക്ക ആവശ്യപ്പെടുന്ന വെച്ചാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നത് അവസാനിപ്പിക്കണം, പകരം അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങണം എന്നുള്ളതാണ്. ഇപ്പം ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങിച്ചിട്ട് അത് ശുദ്ധീകരിച്ചിട്ട് മറ്റ് ഇതാക്കിയിട്ട് പല രൂപത്തിലാക്കിയിട്ട് ഇന്ത്യ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ മാത്രമാണ് ആ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിലും ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ സാധനത്തിന് രണ്ട് സ്ഥലത്ത് രണ്ട് വിലയാണെങ്കിൽ അതിൽ വില കുറഞ്ഞത് ഏതാണെന്ന് നോക്കിയിട്ടേ നമ്മൾ വാങ്ങിക്കുള്ളൂ. ഗുണനിലവാരം പരിശോധിക്കും, ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണ ഇന്ത്യയും വാങ്ങിക്കുന്നു, അമേരിക്കയും വാങ്ങിക്കുന്നു. അപ്പം റഷ്യയിൽ നിന്ന് തന്നെ ഇന്ത്യക്ക് വാങ്ങിച്ചാൽ പോരാ, അത് പിന്നെ അമേരിക്ക പോയി വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ലോകത്തെല്ലായിടത്തും ഈ വിനിമയം നടക്കുന്നത് ഡോളറിലാണ്. പക്ഷേ ഇവിടെ ഡോളറിൽ വിനിമയം നടത്തണ്ട, നമ്മൾ രൂപയിൽ വിനിമയം നടത്താം. അത് സ്വീകരിക്കാൻ റഷ്യ തയ്യാറാണ്. അപ്പോൾ ഇന്ത്യക്ക് അത് കൂടുതൽ അപ്പം ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ അത്ര സുഖമായിട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നു. അതിൻ്റെ തുടർച്ച എന്നോണം അമേരിക്ക ഇന്ത്യക്ക് മേൽ തീരുവ കൂട്ടുന്നു. അപ്പം ഇന്ത്യ എന്ത് ചെയ്യുന്നു? ഇന്ത്യ ചൈനയുമായിട്ട് റഷ്യയുമായിട്ട് ഒരു അച്ചുതണ്ട് രൂപീകരിക്കുന്നു. അമേരിക്കക്ക് അത് വലിയ ഭീഷണിയാവുന്നു. ഇതാണിപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ അമേരിക്ക ഭയക്കുന്നതോടൊപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ വലിയ വ്യാപാര മേഖലയ്ക്ക് വലിയ വളർച്ചയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മറ്റ് രാജ്യങ്ങളെല്ലാം ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമായ ചൈന, ഏറ്റവും വലിയ രാജ്യമായ റഷ്യ, ഈ മൂന്ന് രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ അതിനോടൊപ്പം ചേരാൻ മറ്റ് ചെറു രാജ്യങ്ങൾ കൂടി വരുന്നു എന്നുള്ളതാണ് അമേരിക്കയെ പോലുള്ള ഒരു വലിയ ലോക പോലീസ് എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യം അതിനെ ഭയപ്പാടോട് നോക്കിക്കാണുന്നത്. അപ്പം അതിനിടയിലാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ പല ഘട്ടങ്ങളിൽ അതിർത്തിയിൽ വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ആ ഇഷ്യൂസ് എല്ലാം പരിഹരിക്കപ്പെടാൻ പോകുന്നു. ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കാൻ പോകുന്നു. അതിർത്തിയിലെ വ്യാപാരം 3 വഴികളിലൂടെ സുഗമമാക്കാൻ പോകുന്നു. തുടങ്ങിയ കാര്യങ്ങളുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ പറഞ്ഞതുപോലെ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ സന്ദർശനം നടത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന കുറച്ച് വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഇന്ത്യയും ചൈനയും ബന്ധത്തിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിർത്തി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായിട്ടുണ്ട്. അതായത് അതിർത്തിയിൽ ഇത് ഇന്ത്യയിലേക്ക് ചൈന കടന്നു കയറുന്നു, ഇന്ത്യയുടേതായിട്ടുള്ള ഭാഗങ്ങൾ ചൈന പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാലത്തും ഇന്ത്യയുടെ ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിർത്തിയിൽ പല ഘട്ടങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ആ അതിർത്തി താമസിക്കുന്ന ഇരു കൂട്ടർക്കും, ചൈനയിലെ ആയാലും ഇന്ത്യയിലെ ആയാലും ജനങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ പരിഹാരം കാണാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതിർത്തി നിർണയത്തിന് പരിഹാരം കാണാൻ വിദഗ്ധ സംഘത്തെ രൂപീകരിക്കും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. അതുപോലെ തന്നെ അതിർത്തി വ്യാപാരം പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയായിട്ടുണ്ട്. 3 നിയുക്ത വ്യാപാര കേന്ദ്രങ്ങൾ വഴിയാകും അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുക. ലിപ്ലേക് പാസ്, ഷിപ്ലിക്ക പാസ്, നാതുല പാസ്, ഈ 3 അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിർത്തി വഴിയുള്ള വ്യാപാരങ്ങൾക്ക് വേണ്ടിയിട്ട് 3 വഴികളാണ്. ആ 3 വഴികളുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞത്. അതുവഴിയാകും അതിർത്തിയിൽ വ്യാപാരം പുനരാരംഭിക്കുക. ഇന്ത്യയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ എത്രയും വേഗം പുനരാരംഭിക്കും. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഖത്തറിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ പോയിട്ടാണ് ചൈനയിലേക്ക് വിമാന സർവീസ് നടത്തിയിരുന്നത്. അതിന് പകരം ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ചൈനയിലേക്ക് പോകാൻ സാധിക്കുന്ന വിധത്തിലുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബിസിനസ്സുകൾ, മാധ്യമപ്രവർത്തകർ, വിനോദസഞ്ചാരികൾ ഇവർക്കുള്ള വിസ സുഗമമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരങ്ങളും നിക്ഷേപങ്ങളും സുഗമമാക്കും. WTO കേന്ദ്രീകൃതമായി ബഹുരാഷ്ട്ര വ്യാപാര സംവിധാനം നിലനിർത്താനും വികസ്വര രാജ്യങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന ബഹുദ്രവ ലോകത്തെ
പ്രോത്സാഹിപ്പിക്കാനും തീരുമാനമുണ്ടായി. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പ്രതിനിധികളുടെ യോഗത്തിൽ അജിത് ഡോവലുമായി വാങ്ങി കൂടിക്കാഴ്ച നടത്തി. അതിർത്തിയിലെ സേനാ വിന്യാസം കുറക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. കൂടാതെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ചൈന നിർമ്മിക്കുന്ന പുതിയ ഡാമിലും ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. തൈവാൻ വിഷയത്തിലെ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും വാങ്ങി നയതന്ത്രതല കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ ചൈനയ്ക്ക് ഒരു വലിയ മാർക്കറ്റാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം നമ്മൾ നോക്കി ഇപ്പോൾ ഈ ഫോൺ പോലും ഒരു ചൈന പ്രൊഡക്റ്റ് അതിനകത്ത് ഉണ്ടാവും. ഒരു സ്ക്രൂ ആണെങ്കിൽ പോലും ചൈനയിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള ഒരു സാധനം അതിനകത്തുണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചിലാണെങ്കിലും നമ്മൾ നിരന്തരം ഡെയിലി യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക 90% പ്രൊഡക്റ്റുകൾക്കുള്ളിലും ഒരു ചൈനീസ് ഉൽപ്പന്നത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവരുടെ ഒരു വലിയൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റ് കളയാൻ ഒരു കാരണവശാലും ഒരു ഭരണകൂടവും തയ്യാറാവില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ അമേരിക്ക ഇത്ര വലിയ തീരുവ കൂട്ടിയാലും ഇന്ത്യ അങ്ങോട്ടേക്ക് സാധനം അയക്കാനുള്ള ഏതൊക്കെ സാധ്യതകളുണ്ടോ ആ സാധ്യതകളൊക്കെ പരിശോധിക്കും. കാരണം അങ്ങോട്ട് സാധനം അയച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയിലേക്ക് വരുമാനം വരൂ, അമേരിക്ക എന്നുള്ള ഏത് രാജ്യത്തേക്കാണെങ്കിലും. അതുകൊണ്ട് തന്നെ ചൈനയും അതേ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ചൈന ഇന്ത്യയിലേക്ക് സാധനങ്ങൾ അയക്കണം, അപ്പം ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് കൂടുതൽ ഊഷ്മളത ഉണ്ടാകണം. അതുകൊണ്ട് അതിർത്തി വഴിയുള്ള വ്യാപാരം അത് 3 വഴികളിലൂടെയാണ് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്കും ഉള്ള വ്യാപാരത്തിന് വേണ്ടിയുള്ള അതിർത്തിയിലെ ഇടപാടുകൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ട്. ഇത് കാലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പം ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ പോലും അവിടുത്തെ ഗ്രാമങ്ങൾ ചൈനീസ് ഭാഷ സംസാരിക്കുന്ന ഗ്രാമങ്ങളുണ്ട്. അവിടുത്തെ ചില ഗ്രാമങ്ങളുടെ പേര് അവിടെ പോയി ബോർഡുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചൈനീസ് ഭാഷയിൽ എഴുതിയ ബോർഡുകളുണ്ട്. അങ്ങനെ ഇന്ത്യയിലാണ് അവരെങ്കിൽ പോലും ഒരു ചൈനീസ് ആധിപത്യം ഉള്ള പല സ്ഥലങ്ങളുമുണ്ട്. അപ്പം ആ സ്ഥലങ്ങളെല്ലാം തന്നെ അതിർത്തി തർക്കത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആ സ്ഥലങ്ങളെല്ലാം തന്നെ പരിശോധിക്കാൻ വേണ്ടി ഒരു പ്രത്യേകം ഒരു സമിതിയെ ഒരു ഗ്രൂപ്പിനെ നിയോഗിക്കാനാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ നിയോഗിച്ചു കഴിയുമ്പോൾ അവർ ഈ അതിർത്തി പ്രശ്നങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും ഇരു രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട പ്രതിനിധികളുമായിട്ട് ഇതൊന്ന് സംസാരിച്ചിട്ട് ഇത് ഏത് രീതിയിൽ പരിശോധിക്കാം, എങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ പരിശോധന നടത്തിയിൽ കണ്ടെത്തിയിരിക്കുന്ന സൊല്യൂഷൻ ഇതൊക്കെയാണ്, അത് ഇനി ഇരു രാജ്യങ്ങൾക്കും ഓക്കെ ആണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിർത്തിയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ തീരും. നിലവിലെ സാഹചര്യത്തിൽ അതിർത്തിയിൽ 2 കൂട്ടരും നല്ല സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. അത് ചൈനയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും. ആ സേനാവിന്യാസത്തിൽ നിന്ന് ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച പറഞ്ഞു. 2 വിദേശകാര്യമന്ത്രിമാർ ഇരുന്ന് കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമായിട്ടും പറഞ്ഞ ആശങ്ക ഈ അതിർത്തിയിലെ വിഷയമാണ്. അതിർത്തിയിലെ ജനങ്ങൾക്ക് സുഗമമായിട്ട് അവരുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, അവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിന് ചൈനീസ് അവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ സൈന്യം അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കയറരുത്, ഇന്ത്യയിൽ കയറി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറരുത്. അങ്ങനെയാണ് എങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധങ്ങളിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം വളരെ സുഗമമായിട്ടുള്ള ഒരു കരാർ നമുക്ക് ഒപ്പിടാം. ആ കരാർ ഒപ്പിട്ടതിന് ശേഷം ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും ചൈനീസ് ഉൽപ്പന്നങ്ങൾ വേണ്ടി വരും. അതുപോലെ തന്നെ ചൈനയ്ക്കും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പല കാര്യങ്ങൾ വേണം, കാർഷിക ഉൽപ്പന്നങ്ങൾ വേണം, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വേണം, കേരളത്തിൽ നിന്ന് തന്നെ കയറ്റുമതി ചെയ്യുന്ന കുറേ ഉൽപ്പന്നങ്ങൾ അവർക്ക് വേണം. കാഷ്യൂ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം കേരളത്തിൽ നിന്നാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചൈനയ്ക്ക് വേണം. അപ്പോൾ വ്യാപാര ബന്ധത്തിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കരാറുകളിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ സംബന്ധിച്ചിടത്തോളം 2 രാജ്യങ്ങൾ, അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2 രാജ്യങ്ങൾ, ഈ 2 രാജ്യങ്ങൾ കൂടെ ഒരുമിച്ച് ചേരുകയാണെങ്കിൽ ലോകത്തിൻ്റെ പകുതിയോളം ജനസംഖ്യ ഈ 2 രാജ്യങ്ങളിൽ മാത്രമായി. അതുകൊണ്ട് തന്നെ 2 രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് കൂടുതൽ വളർച്ചയുണ്ടാകാൻ അത് കാരണമാകും. 2 രാജ്യങ്ങളും അതിർത്തി പ്രശ്നങ്ങളും തീർത്ത് ഈ പറഞ്ഞതുപോലെ വിമാന സർവീസും ഒക്കെ ആരംഭിക്കുകയാണെങ്കിൽ വളരെ സുഗമമായിട്ട് 2 രാജ്യങ്ങളിലെയും ജീവിതം മുന്നോട്ട് പോകും. 2 രാജ്യങ്ങളിലെയും വ്യാപാര ബന്ധത്തിന് കൂടുതൽ വളർച്ചയും ഉണ്ടാകും.